ഡൽഹി സർക്കാർ സ്കൂളുകളിൽ RSSനെ കുറിച്ച് പഠിപ്പിക്കാൻ നീക്കം. രാഷ്ട്രനീതി എന്ന പേരിൽ പുതിയ പാഠ്യപദ്ധതി ഉൾപ്പെടുത്താനാണ് ആലോചന. RSS രാജ്യത്തിന് നൽകിയ സംഭാവനകൾ പഠിപ്പിക്കുമെന്ന് ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി ആശിഷ് സൂദ് പറയുന്നു. RSSന്റെ ഉത്ഭവം, ചരിത്രം, തത്വചിന്ത, സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ സംഭാവന എന്നിവ പഠിപ്പിക്കാനാണ് നീക്കം. സജു തോമസ് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. സജു, സ്വാതന്ത്ര്യ സമരത്തിൽ RSS നൽകിയ സംഭാവന അടക്കം പഠിപ്പിക്കാൻ പോകുന്നു. അപ്പോൾ എന്താണ് ഡൽഹി സർക്കാരിന്റെ പ്ലാൻ? നിഷാദ്, തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ RSS വൽക്കരണം എന്ന വിമർശനങ്ങൾ നിലനിൽക്കുകയാണ് ഇപ്പോൾ ഡൽഹി സർക്കാരിന്റെ ഭാഗത്തു നിന്ന്. ഡൽഹിയിലെ സർക്കാർ സ്കൂളുകളിൽ RSSുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ പാഠ്യപദ്ധതി ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. RSSന്റെ ഉത്ഭവം, അതോടൊപ്പം തന്നെ RSS സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ സംഭാവനകൾ, അതോടൊപ്പം തന്നെ RSSന്റെ പ്രമുഖരായ നേതാക്കൾ, അതോടൊപ്പം തന്നെ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിലുണ്ടായ പ്രകൃതിക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് RSSന്റെയും സംഘത്തിന്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പിന്തുണ, അതൊക്കെയും വിദ്യാർത്ഥികൾ എത്തിക്കുക. പ്രത്യേകിച്ച് RSSനെ പറ്റി ഇന്ത്യയിലെ വിദ്യാർത്ഥി മനസ്സുകളിൽ പുതിയൊരു അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പുതിയ പാഠ്യപദ്ധതിക്ക് ഡൽഹി സർക്കാർ തയ്യാറെടുക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ആദ്യ പടി എന്നവണ്ണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 18-ാം തീയതി രാഷ്ട്രനീതി എന്നൊരു പദ്ധതി ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ഉദ്ഘാടനം ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 1 മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പുസ്തകങ്ങളിൽ RSSുമായി ബന്ധപ്പെട്ടുള്ള അധ്യായങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ആലോചനകൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഏതൊക്കെ ക്ലാസുകളിലാണ് ആരംഭിക്കുക എന്നുള്ളത് ഇതുവരെ വ്യക്തതയില്ല. എന്തായാലും സർക്കാർ സ്കൂളുകളിലെ 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ RSSുമായി ബന്ധപ്പെട്ടുള്ള പാഠ്യപദ്ധതികൾ, അതായത് പുതുതായിട്ടുള്ള പുസ്തകങ്ങൾ ഉൾപ്പെടുത്തുമെന്നും ഇത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ അത്യാവശ്യമാണെന്നുമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആശിഷ് സൂദ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഡൽഹിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ BJPയുമായിട്ടൊക്കെ RSSുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഡൽഹി. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി RSSന്റെ 100ാം വാർഷികത്തിൽ ഒരു സ്റ്റാമ്പൊക്കെയും പുറത്തിറക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് RSSുമായിട്ട് BJPക്ക് നിലവിലുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അതൊക്കെയും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ BJPയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വിഷയം 100ാം വർഷത്തിലേക്ക് RSS പ്രവേശിക്കുമ്പോൾ രാജ്യത്തിന്റെ സംവിധാനങ്ങൾക്കകത്തേക്ക് മുഴുവൻ RSSന്റെ ആശയത്തെ, RSSനെ കൊണ്ടുവരാനുള്ള, തിരികെ കയറ്റാനുള്ള പണി ഗംഭീരമായി നടക്കുന്നു. ഇപ്പോൾ